അതിശക്തമായ ഡിവൈൻ പ്രൊട്ടക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുഗ്രഹീതമായ ഒരു തിരുവെഴുത്തിൻ ഭാഗമാണ് 20-ാമത്തെ സങ്കീർത്തനം. 1-ാമത്തെ വാക്യം നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ, യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. ഒത്തിരി പരിചിതമായ ഒരു വാക്കാണ് ഈ കഷ്ടകാലം. മതവ്യത്യാസമന്യേ, ഉയർന്നവരും താണവരും എന്ന വ്യത്യാസമന്യേ ആളുകൾ സാധാരണയായി പറയുന്ന ഒരു പദമാണ് കഷ്ടകാലം. അപ്പം എല്ലാവർക്കും ഉണ്ട് ഒരു കഷ്ടകാലം. എന്തുവാ ശരിക്കും ഈ കഷ്ടകാലം? വേദപുസ്തകത്തിൽ 26 പ്രാവശ്യം കഷ്ടകാലം 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 എന്ന് പല സന്ദർഭങ്ങളിൽ നിന്ന് പറഞ്ഞത് നമുക്ക് കാണാനിട വരും. ശരിക്കും പ്രതിസന്ധിയുടെ കാലം എന്നാണ് ഈ കാലത്തെ വിളിക്കേണ്ടത്. ഇതാർക്കും ഉണ്ടാകാം. എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് പറയാനായിട്ട് പറ്റുകയില്ല. എല്ലാവർക്കും ഉണ്ട്. ഈ കാലഘട്ടത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? കഷ്ടതയുടെ നാൾ വഴികളെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയും? ചിലപ്പോൾ ഒരാൾക്കത് രോഗത്തിൻ്റെ സന്ദർഭങ്ങളാകാം. ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത ചില രോഗങ്ങൾ. മറ്റു ചിലരെ സംബന്ധിച്ച് സാമ്പത്തിക ക്ലേശമാകാം കഷ്ടത. മറ്റു ചിലർക്ക് സാമ്പത്തിക പരാധീനതകളാണ്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ശ്രമങ്ങൾ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ, ഒരു വീട് പണിയാൻ, ലോൺ അടയ്ക്കാൻ കഴിയാതെ സാമ്പത്തികമായി ഞെരുങ്ങുന്ന കാലം. അവരതിനെ കഷ്ടതയെന്നാണ് വിളിക്കുന്നത്. മറ്റു ചിലരെ സംബന്ധിച്ച് എതിർപ്പുകൾ, പ്രാണഭയത്തിലുള്ള ഓട്ടങ്ങൾ, അപവാദങ്ങൾ, ഭീഷണികൾ. അപ്പം ഓരോരുത്തരിലും ഇത് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ വിധത്തിൽ ഇതുണ്ട്. എങ്ങനെ ഈ കാലത്തെ കൈകാര്യം ചെയ്യാൻ പറ്റും? ബൈബിളിനോട് ചോദിച്ചാൽ കഷ്ടകാലത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏക മാർഗമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അതവിടെ വായിക്കുന്നത്, യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. അവിടെ ഉത്തരം പറയണമെങ്കിൽ അതിനു മുൻപ് ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ആവശ്യമുണ്ട്. പ്രാർത്ഥന അവിടെ അന്തർലീനമായി കിടക്കുക. അപ്പം കഷ്ടകാലത്തെ ജയകരമായി കൈകാര്യം ചെയ്യാൻ ഒരാൾക്ക് കഴിയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയിലൂടെയാണ് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. അതിന് തെളിവുകളെ നമുക്ക് നിരത്തി വെക്കാൻ പറ്റും. എന്ന് പറയുമ്പോൾ ഭക്തന്മാരെല്ലാം ഈ വിധ പ്രശ്നങ്ങളെ അവർ ഫേസ് ചെയ്തത് പ്രാർത്ഥനയ്ക്കകത്തായിരുന്നു. കഷ്ടതയിലെ പ്രാർത്ഥന. ഞാനതിൻ്റെ തെളിവുകൾ നിരത്താം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം, എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോടുകൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അപ്പം ഈ യാക്കോബേ, അങ്ങക്കുണ്ടായ കഷ്ടകാലത്ത് അങ്ങ് എന്ത് ചെയ്യുകയായിരുന്നു? പ്രാർത്ഥിക്കുകയായിരുന്നു. അതവിടെ വായിച്ചേ. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും. ഒറ്റപ്പെടലിൻ്റെ തീവ്ര ദുഃഖങ്ങളുടെ, പ്രശ്നങ്ങളുടെ സാഹചര്യങ്ങളിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് സാധാരണ പ്രാർത്ഥനയേക്കാൾ ജീവൻ കൂടുതലായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
സാധാരണ സന്ദർഭങ്ങളിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല. നിരാശയുടെ, വേദനയുടെ അടിത്തട്ടിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത്. ഒരു നല്ല പാട്ടുണ്ട്, നിശയുടെ നിശബ്ദതയിൽ നിരാശതൻ നീർച്ചുഴിയിൽ നിരാലംബനായി തീർന്നപ്പോൾ നീ തന്നു എനിക്കു നീൻ വലങ്കരം. അപ്പം കഷ്ടതയുടെ ആ തീവ്രതയിൽ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട്. യാക്കോബ് പ്രാർത്ഥിച്ചു. യാക്കോബിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അതുകൊണ്ട് പറയുകയാണ്, എൻ്റെ കഷ്ടകാലത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും ഞാൻ പോകുന്നയിടത്ത് എന്നോട് കൂടെ ഇരിക്കുകയും എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് ഞാൻ ഒരു യാഗപീഠം ഉണ്ടാക്കും. എന്തിനാ യാഗപീഠം? ആരാധിക്കാനാണ്. അപ്പം യാക്കോബിൻ്റെ കഷ്ടതയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഞാനതുകൊണ്ട് നിങ്ങളോട് ആ മേഖലയിൽ നിന്നിട്ടൊരു ദൂത് പറയാം. പ്രതിസന്ധി വരുമ്പോൾ പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല മരുന്ന്. ദൈവം അത് കേൾക്കാതെയും ഇരിക്കുകയില്ല. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ വായിക്കുന്ന തകർന്നു നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ദൈവത്തിന് നിരസിക്കാൻ പറ്റുകയില്ല. തകർന്ന ഹൃദയത്തെ, നുറുങ്ങിയ മനസ്സിനെ ദൈവത്തിന് മറക്കാൻ പറ്റുകയില്ല. അത് ദൈവത്തിൻ്റെ മനോഭാവമല്ല. മുടിയനായ പുത്രൻ എല്ലാം നശിപ്പിച്ചവൻ, എല്ലാം തകർത്ത് തരിപ്പണമാക്കിയവൻ. പക്ഷേ അവൻ മടങ്ങി വന്നു, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ പ്രാർത്ഥനയെ സ്വർഗം കൈക്കൊണ്ടു. ഞാൻ പറയാം, മുടിയനായ പുത്രനാണെങ്കിൽ പോലും മടങ്ങി വന്ന് പ്രാർത്ഥിച്ചാൽ അവൻ്റെ കഷ്ടതയുടെ കാലത്തിലുള്ള പ്രാർത്ഥനയെ ദൈവം കേൾക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് ആത്മാവിൽ നിങ്ങൾ ധൈര്യപ്പെടണം. ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എത്ര തീവ്രതയുള്ളതായാലും ആരുമായി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായാലും പ്രാർത്ഥനയിൽ അതിനെ കൈകാര്യം ചെയ്താൽ ദൈവം അതിനു വേണ്ടി ഇറങ്ങി വരും. യാക്കോബ് പ്രാർത്ഥനയിലാണ് ആ കാര്യത്തെ കൈകാര്യം ചെയ്തത്. ഇനിയും 50-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുക, അപേക്ഷിക്കുക, കണ്ണുനീരിൻ്റെ താഴ്വരകളിൽ, ഒറ്റപ്പെടലുകളിൽ പ്രാർത്ഥിക്കുക. ദൈവം അപേക്ഷ കേൾക്കും. ഇങ്ങനെയാണ് ഭക്തന്മാർ കഷ്ടതയെ കൈകാര്യം ചെയ്തത്. അല്ലാതെ അവർ പിറുപിറുത്തില്ല, അവർ ആത്മഹത്യ ചെയ്യാൻ പോയില്ല, അവർ കയറന്വേഷിച്ചില്ല, അവർ വിഷക്കുപ്പി തിരക്കിയില്ല, അവർ നാട് വിട്ട് ഓടിയില്ല, ഒളിച്ചോടാൻ തീരുമാനിച്ചില്ല. പകരം അവരെന്ത് ചെയ്തു? അവർ പ്രാർത്ഥനയ്ക്കകത്ത് കാര്യത്തെ കൈകാര്യം ചെയ്തു. ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. പ്രൈസ് ദ ലോർഡ്. ഈ അടുത്ത സമയത്ത് വളരെ പ്രചാരം നേടിയ ഒരു പാട്ടുണ്ടല്ലോ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ക്യാൻസർ പേഷ്യൻ്റായ ഒരു അച്ഛൻ അദ്ദേഹത്തിൻ്റെ വേദനയുടെ സന്ദർഭത്തിൽ പാടിയതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. മഴയുണ്ടോ? മഴയുണ്ട്. പക്ഷെ തോരാതിരിക്കുമോ? ഇല്ല. എല്ലാ മഴയ്ക്കും ഒരു ശമനമുണ്ട്. എത്ര നിർത്താതെ പെയ്ത മഴയ്ക്കും ഒരവസാനമുണ്ട്. സകല മഴയും തോരും, ഇല്ലേ? കേരളത്തെ മുക്കിയ ജലപ്രളയത്തിൻ്റെ കാലത്തെ മഴ തോർന്നില്ലേ? കഴിഞ്ഞ നാളുകളിൽ ദുരന്തങ്ങൾ വിതച്ച മഴ തോർന്നില്ലേ? അപ്പം എല്ലാ മഴയ്ക്കും ഒരവസാനമുണ്ട്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. എല്ലാ കഷ്ടതയ്ക്കും ഒരവസാനമുണ്ട്. എപ്പോഴാണെന്നറിയാമോ? ദൈവത്തോടൊപ്പം അതിനെ കൈകാര്യം ചെയ്യുമ്പോഴാണ്. പ്രാർത്ഥനാ മുറിയിൽ അതിന് മറുപടി അന്വേഷിക്കുമ്പോഴാണ്, ദൈവത്തിൻ്റെ മുൻപാകെ സങ്കടത്തെ പകരുമ്പോഴാണ് അതിന് അവസാനം ഉണ്ടാകുന്നത്. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പ്രബോധിപ്പിക്കുകയാണ്, നമ്മുടെ ശൂന്യതകൾ, നമ്മുടെ നഷ്ടങ്ങൾ, നമ്മുടെ കഷ്ടങ്ങൾ, ഇതിൻ്റെ കാരണക്കാരുടെ പുറകെ പോകണ്ട.
പകരം പ്രാർത്ഥനയ്ക്കകത്തേക്ക് കയറ്. ദൈവം അതിനെ പരിഹരിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗബഥയിലേക്ക് പോകുന്നതിന് മുൻപ്, ഗോൽഗോഥയിലേക്ക് പോകുന്നതിന് മുൻപ് കർത്താവ് ഗത്സമനെ കയറി. ഗത്സമൻ, രക്തം വിയർത്ത ഗത്സമൻ, പ്രാണവേദനയിലായ ഗത്സമൻ. ശിഷ്യന്മാരെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് മുന്നോട്ട് ചെന്ന് പ്രാർത്ഥിക്കുന്ന യേശു കർത്താവിൻ്റെ ചിത്രം നമ്മുടെ കണ്ണുകളിൽ നമ്മൾ കാണണം. യേശു അങ്ങനെ ഇപ്പൊ പ്രാർത്ഥിക്കുന്നേ? ഒരു ഗബഥ വരാൻ പോകുന്നു. എന്നാ ഗബഥ? അതാണ് അടിച്ചു തകർക്കപ്പെടുന്ന ഗബഥ. ശരീരം ഉഴവിചാല് പോലെ കീറുന്ന ഗബഥ, മുഖത്ത് തുപ്പുന്ന ഗബഥ, ക്രൂശിക്ക എന്ന് ജനം ആക്രോശിക്കുന്ന ഗബഥ, എതിരെ ആളുകൾ നിലവിളിക്കുന്ന ഗബഥ. ഗബഥയിൽ എത്തുന്നതിന് മുൻപ് കർത്താവ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞാണ് ഗോൽഗോഥ. നിങ്ങൾ ആ യാത്ര ശ്രദ്ധിച്ചേ. ഗബഥയിൽ നിന്ന് ചുമലിലേക്ക് വെച്ചുകൊടുത്ത ഒരു മരക്കുരിശ്, അതും വലിച്ചുകൊണ്ട് കർത്താവ് ഗോൽഗോഥയിലേക്ക് പോവുകയാണ്. തൻ്റെ സമീപേ കിടന്ന കള്ളന്മാർ ശാപവാക്കുകൾ ഉച്ചരിച്ചപ്പോൾ യേശുവിൻ്റെ വായിൽ ശാപമില്ല, പ്രാർത്ഥനയാ. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. ആണിയടിക്കപ്പെടുന്ന ഗോൽഗോഥ, വിലാപ്പുറം കുത്തി തുറക്കുന്ന ഗോൽഗോഥ, ദാഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ പുളിച്ച വീഞ്ഞു കൊടുക്കുന്ന ഗോൽഗോഥ, നിന്നെ തന്നെ രക്ഷിക്ക് എന്ന് പറഞ്ഞ് അപമാനിക്കുന്ന ഗോൽഗോഥ. ഇവിടെ എത്തുന്നതിന് മുൻപ് കർത്താവ് ഗത്സമനിൽ കയറിയിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. സ്തോത്രം. ഞാൻ പറയാം, ഗബഥ കൊണ്ടും ഗോൽഗോഥ കൊണ്ടും കർത്താവ് അവസാനിച്ചില്ല. ഒരു മൂന്നാമത്തെ പുലർച്ചെ ഉണ്ടായിരുന്നു. ആ പുലർച്ചയിൽ ഗോൽഗോഥയ്ക്ക് അപ്പുറത്ത് കല്ലറയെ തുറന്ന് യേശു ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല മരുന്ന്. കഷ്ടതകളെ കൈകാര്യം ചെയ്യേണ്ടത് പ്രാർത്ഥനാ മുറിയിലാണ്. വാക്കുകൾ കൊണ്ടും വാചകങ്ങൾ കൊണ്ടും കുബുദ്ധികൾ കൊണ്ടും രാഷ്ട്രീയ തർക്കങ്ങൾ കൊണ്ടും രാഷ്ട്രീയ പദ്ധതികൾ കൊണ്ടുമല്ല നമ്മൾ കഷ്ടതയെ കൈകാര്യം ചെയ്യേണ്ടത്. പ്രാർത്ഥനാ മുറിയിൽ അതിനെ കൈകാര്യം ചെയ്യുക. നിശ്ചയം അതിൻ്റെ നടുവിലൊരു വിടുതലുണ്ട്. ഞാൻ പ്രവചിച്ചു പറയാം, പ്രാർത്ഥനയ്ക്കകത്തേക്ക് സ്റ്റെപ്പ് വെക്ക്. കണ്ണുനീർ ഒഴുകട്ടെ, നിരന്തരമായി ദൈവസന്നിധിയിൽ ഇരിക്കട്ടെ. മല പോലെ നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ നിന്ന് മാറുന്നത് നമുക്ക് കാണാൻ ഇടവരും. തീവ്രതയേറിയ ചില പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ നിന്ന് മാറുന്നത് കാണാൻ ഇടവരും. അതിന് യാഗങ്ങൾ വേണ്ട, അതിന് യോഗങ്ങൾ വേണ്ട, അതിന് കർമ്മങ്ങൾ വേണ്ട, അതിന് പണച്ചെലവുകൾ വേണ്ട, അതിന് തീർത്ഥയാത്രകൾ വേണ്ട. പ്രാർത്ഥന മാത്രം മതി. എവിടെയാണോ ഇരിക്കുന്നത്, എവിടെയാണോ ആയിരിക്കുന്നത്, ആ ആയിരിക്കുന്ന ഇടത്ത് പ്രാർത്ഥനയ്ക്കായി മുഴങ്കാലും അടക്കുക. അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടും. കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരളട്ടെ. ഈ കഷ്ടകാലത്ത് നടത്തുന്ന പ്രാർത്ഥനയ്ക്കകത്ത് എന്തൊക്കെയാ ശരിക്കും സംഭവിക്കുന്നത്? സദൃശ്യവാക്യം 24:10 കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ എന്നവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പം നമ്മൾ ഇതിനകത്ത് കുഴയാനുള്ള സാധ്യതയുണ്ട്.
മാനസികമായി, ശാരീരികമായി. അതുകൊണ്ടാണല്ലോ ഈ ചില പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾ അതിനെ അങ്ങ് അംഗീകരിക്കുകയല്ലേ. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ? കുഴയരുത്. കഷ്ടതയുടെ നടുവിലും ദൈവത്തിൽ ആശ്രയിച്ച് തല ഉയർത്തിപ്പിടിക്കുക. കർത്താവ് നമ്മുടെ സഹായ. സ്തോത്രം. കുഴയരുത്. അതിനുള്ള കരുത്ത് പ്രാർത്ഥനയിലിരിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ മേൽ പകരും. ഈ പകൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ മേൽ അങ്ങനെ ഒരു പകർച്ച ദൈവം പകരാൻ പോവുകയാണ്. കുഴയാൻ അനുവദിക്കാത്ത ഒരു പകർച്ച, ക്ഷീണിക്കാൻ അനുവദിക്കാത്ത ഒരു പകർച്ച, തകരാൻ അനുവദിക്കാത്ത ഒരു പകർച്ച. സ്തോത്രം. നാം അതിൻ്റെ 2, 3, 4, 5, 6 ഇങ്ങനെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഓരോ വാക്യങ്ങളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. 2ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രൊട്ടക്ഷൻ വെളിപ്പെടുന്നതായി നമുക്ക് കാണാം. ഇപ്പം എവിടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്? കഷ്ടകാലത്ത്. കഷ്ടകാലത്തിരുന്നിട്ട് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. കഷ്ടകാലത്ത് പ്രാർത്ഥിച്ചപ്പോൾ എന്നാ സംഭവിച്ചത്? ഒരു പ്രൊട്ടക്ഷൻ വെളിപ്പെടുക. അതാണ് 2ാം വാക്യം. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അവിടെ. സഹായമെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നെങ്കിലും ഇംഗ്ലീഷ് ബൈബിളിൽ ദാറ്റ് ദ ഗോഡ് ഓഫ് ജേക്കബ് വിൽ കീപ് യു സേഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നിന്നെ സൂക്ഷിക്കട്ടെ, നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ. ഞാൻ ആത്മാവിൽ പറയാം, നമുക്കെതിരെ ഉയരുന്ന കഷ്ടതയ്ക്ക് നമ്മെ തൊടാൻ പറ്റത്തില്ല. പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാലം അടക്കുകയാണെങ്കിൽ അതിൻ്റെ നടുവിൽ ദൈവം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യും. ജീസസ്. നമുക്കൊത്തിരി പരിചിതമല്ലേ 91 സങ്കീർത്തനം. പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരികൾ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരങ്ങൾ. എന്നിട്ട് പറയുക, നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേര്. പക്ഷെ ഇതെല്ലാം നിനക്കെതിരെ നിന്നാലും ഇത് നിന്നോട് അടുക്കുകയല്ല. എന്നാ കാര്യം? നിനക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ആമേൻ. God of Jacob will keep you safe. യാക്കോബിന്റെ ദൈവം നിന്നെ സൂക്ഷിക്കും. ഹല്ലേലൂയ. അവിടെ ഈ യാക്കോബിന്റെ ദൈവം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് അന്വേഷിച്ചാൽ അതൊരു ഉടമ്പടിയുടെ നാമമാണ്. പഴയ നിയമ കാലഘട്ടത്തിലെ ഭക്തന്മാർ പ്രാർത്ഥിച്ച പല സന്ദർഭങ്ങളിൽ യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. 2 ശമൂവേലിന്റെ പുസ്തകം 23-1 വാക്യത്തിൽ ദാവീദിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദാവീദ് പ്രാർത്ഥിച്ചത്, യാക്കോബിൻ ദൈവത്താൽ അഭിഷക്തൻ, ഇസ്രയേലിൻ്റെ മധുരഗായകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാവീദ് തന്നെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ യാക്കോബിൻ്റെ ദൈവത്താൽ അഭിഷിക്തനാണ്. അപ്പോൾ അതിനകത്തൊരു കാര്യമുണ്ട്, അതൊരു ഉടമ്പടിയുടെ നാമമാണ്. സങ്കീർത്തനം 81:4 വരുമ്പോൾ വീണ്ടും യാക്കോബിൻ്റെ ദൈവത്തെപ്പറ്റി അവിടെ വായിക്കുന്നുണ്ട്. അത് ഇസ്രയേലിനൊരു ചട്ടവും യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രമാണവും ആകുന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പം യാക്കോബിൻ ദൈവം അവിടുന്ന് യാക്കോബിൻ ദൈവമാണ്. സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലും മീഖ പ്രവചനത്തിലും യാക്കോബിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവമെന്ന് വിളിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെയെല്ലാം യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ ഉടമ്പടിയുടെ ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ദൈവം കഷ്ടകാലത്ത് പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നവനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം തന്നെ അതേ വാക്യത്തിൽ ഹെൽപ്പുണ്ട്, സപ്പോർട്ടുണ്ട്. നമുക്ക് സഹായമുണ്ട്, നമുക്ക് സപ്പോർട്ടുമുണ്ട്. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എവിടെ നിന്നാണ് വരുന്നത്?
വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നമുക്ക് ഹെൽപ്പുണ്ട്, നമുക്ക് സപ്പോർട്ടുണ്ട്. അത് കഷ്ടത വരുമ്പോൾ ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ അവിടുന്ന് സഹായം ഉണ്ടെന്ന്, അവിടുന്ന് സപ്പോർട്ടുണ്ട്. ഒന്ന് പ്രൊട്ടക്ഷൻ, രണ്ട് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്. സ്തേഫാനോസ് കല്ലേറ് കൊണ്ടപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി. അങ്ങനെയല്ല നമ്മൾ വായിക്കുന്നത്. സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്ത് പുത്രൻ നിൽക്കുന്നത് കണ്ടു. നമ്മുടെ തകർച്ചകളുടെ നേരത്ത് ഉള്ളം തുറന്ന് നമ്മൾ ദൈവത്തെങ്കിലേക്ക് നോക്കിയാൽ ശരിക്കും നമുക്ക് വേണ്ടി നിൽക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ പറയുന്നേ, നീ നോക്കേണ്ടത്, കഷ്ടതയുടെ സമയത്ത് നോക്കേണ്ടത് മനുഷ്യനെയല്ല, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഇടത്തേക്ക്, ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്ന ഇടത്തേക്ക്, ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്ന ഇടത്തേക്ക് നോക്കുക. പ്രവാചകൻ പറയുന്നത്, ഞാൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. സ്തോത്രം. അവിടെ വിശുദ്ധ മന്ദിരം എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഒരു പ്ലേസ് ആണെങ്കിലും നമ്മൾ പറയുമ്പോൾ ദൈവ സാന്നിധ്യം എവിടെയാണോ അവിടേക്ക്, കർത്താവ് വസിക്കുന്നത് എവിടെയാണോ അവിടേക്ക്, എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും, എനിക്കൊരു സഹായം വരും. അപ്പം നമുക്ക് പ്രൊട്ടക്ഷനുണ്ട്, നമുക്ക് ഹെൽപ്പുണ്ട്, സപ്പോർട്ടുണ്ട്. മൂന്നാമത്തെ സവിശേഷത, അതിൻ്റെ മൂന്നാമത്തെ വാക്യ, നിന്റെ വഴിപാടുകളെ ഒക്കെയും അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. ശരിക്കും അത് അക്സെപ്റ്റൻസ് ആണ്. കഷ്ടതയിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നെ അംഗീകരിച്ചു, ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്തു. എന്നെ മാത്രമല്ല, എൻ്റെ പ്രാർത്ഥനയെ, എൻ്റെ ആരാധനയെ, എൻ്റെ കണ്ണുനീരിനെ, എൻ്റെ ചോദ്യങ്ങളെ ദൈവം അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ പല സന്ദർഭങ്ങളിലും ആകുലച്ചിത്തര പ്രിയരെ. ഇനി ഞാൻ അവിടെ നിർത്തിയിട്ടൊരു കാര്യം പറയാം. നമ്മുടെ മണ്ടത്തരം കൊണ്ടാണ് നമ്മളൊരു കഷ്ടതയിലേക്ക് പോയതെങ്കിൽ പോലും ആ മണ്ടത്തരത്തെ സമ്മതിച്ച് പ്രാർത്ഥനയിൽ ദൈവത്തോട് അതിനെ പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് സഹായം വെളിപ്പെടും. നമ്മുടെ മണ്ടത്തരം പോലും ദൈവം അനുഗ്രഹമാക്കി മാറ്റും. അങ്ങനെ എത്രയോ ഇടങ്ങളിൽ സംഭവിച്ചു. വേദപുസ്തക ചരിത്രത്തിൽ ആരെല്ലാം അങ്ങനെയുള്ള നന്മകൾ അനുഭവിച്ചു ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് പോലെയും, ഞാൻ ആരാധിക്കുമ്പോൾ എൻ്റെ ആരാധനയെ ദൈവം അംഗീകരിക്കുന്നത് പോലെയും, അത്ര പ്രാധാന്യതയേറിയ വേറെ എന്നതാ ഉലക ചരിത്രത്തിലുള്ളത്? വേറൊന്നുമില്ല. നമുക്ക് രണ്ട് ആവശ്യമാണ് ശരിക്കും വേണ്ടത്. ഒന്ന്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം. രണ്ട്, എൻ്റെ ആരാധനയെ അംഗീകരിക്കണം. ഇവിടെ പറയുക, നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കും, നിന്റെ ഹോമയാഗം കൈക്കൊള്ളും. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കകത്തേക്ക് കയറ്, അതിനകത്തൊരു അക്സെപ്റ്റൻസ് ഉണ്ടാകും. സ്തോത്രം. അപ്പം 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് പ്രൊട്ടക്ഷൻ, 2 ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്, 3 അക്സെപ്റ്റൻസ്. 4ാമത്തെ കാര്യം കൂടെ ഞാൻ പറയാം. അത് സക്സസ് ആണ്. സക്സസ്. 4ാമത്തെ വാക്യം നോക്കി, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും അവൻ നിവർത്തിക്കട്ടെ. ഇതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിന് സക്സസ് എന്ന് പേര് കൊടുത്തത്. ഈ വാക്യത്തെ നമ്മൾ ശരിക്കും ഒരു വാഗ്ദത്തം പോലെ കൈക്കൊള്ളേണ്ടതാണ്. ഈ വാഗ്ദത്തം പ്രവാചകൻ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളൊരു വാക്യത്തെ നമ്മുടേതാക്കി നമ്മൾ പ്രാർത്ഥനയിൽ ആവർത്തിക്കുമ്പോൾ ആ വാക്യം നമ്മളോടുള്ള വാഗ്ദത്തത്തിൻ്റെ ഭാഗമായി മാറാൻ സാധ്യതയുണ്ട്. സ്തോത്രം.
ഇവിടെ പറയുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താ? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അത് ദൈവം നിനക്ക് നൽകട്ടെ. ഞാൻ പറയാം, കഷ്ടതയിൽ പ്രാർത്ഥിക്കുന്ന ഹൃദയമുള്ളവന് ദൈവഗതത്തിന് പുറത്തായിരിക്കുകയല്ല, അവൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ദൈവഗതത്തിൻ്റെ അകത്തായിരിക്കും. ഇവിടെ ബൈബിൾ പറയുക, അങ്ങനെയാണോ നീ ആഗ്രഹിക്കുന്നത്? നിന്റെ കഷ്ടകാലത്ത് പോലും നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് തരും. ദൈവം നിനക്കൊരു സക്സസ് തരും. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പറയാം, നാം ആരാധിക്കുന്ന ദൈവം പരാജയത്തിൻ്റെ ദൈവമല്ല. നാം ആരാധിക്കുന്ന ദൈവം സക്സസിൻ്റെ ദൈവമാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം, നാം ആരാധിക്കുന്ന ദൈവം പരാജയപ്പെട്ട ദൈവമല്ല. നാം ആരാധിക്കുന്ന ദൈവം പരാജിതരുടെ ദൈവവുമല്ല. നാം ആരാധിക്കുന്ന ദൈവം വിജയത്തിൻ്റെ ദൈവമാണ്. അവൻ ജയാളിയാണ്. അവനിൽ ആശ്രയിക്കുന്നവർ പരാജിതരാണെങ്കിൽ അവൻ്റെ ജയത്തിൻ്റെ പങ്കാളിത്തം ദൈവം നമുക്ക് തരാൻ പോകുകയാണ്. ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പരാജയത്തെ കാണുന്നോ? എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ പരാജയത്തെ ജയമാക്കുന്ന ഒരു ദൈവം. പ്രശ്നത്തെ കാണുന്നോ? വിഷമിക്കണ്ട, സ്തോത്രം. എൻ്റെ പരാജയത്തെ ജയമാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്നെ സക്സസ് ആകുന്ന, എന്നെ വിക്ടോറിയസ് ആക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടിയുയർത്തും. പ്രിയരെ, ഞങ്ങൾ തന്നെ ജയിക്കുകയല്ല, ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കുക. അപ്പം ശരിക്കും ജയാളി ആരാ? ദൈവം. നമ്മൾ ആ ജയത്തിൻ്റെ പങ്കാളികളാകുക, ആ ജയത്തോട് ചേരുന്നതേ ഉള്ളൂ. ദൈവം ജയാളി, നമ്മളതിനോട് പങ്കാളിയാകുക. അതുകൊണ്ട് വിശ്വസിക്കേ, നാം ഇന്ന് പരാജയത്തെ കാണുന്നുണ്ടെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യേണ്ട. പ്രാർത്ഥനാ മുറിയിലിരിക്കെ നമുക്കൊരു ദൈവമുണ്ട്, ആ പരാജയത്തെ ജയമാക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, കഷ്ടതയിലും പാടുവാൻ, നഷ്ടം അതിൽ കൊണ്ടാടുവാൻ, ശക്തി അരുൾക നായക, ഭക്തിയിൽ പൂർണ്ണർ ആക്കുക. പുതിയ ഒരു ദൈവിക നിയോഗത്തിലേക്ക് കയറാൻ കഷ്ടതയെ പ്രാർത്ഥനാ മുറിയിൽ കൈകാര്യം ചെയ്യുക. ഇതുവരെ കേൾക്കാത്ത ഒരു വാഗ്ദത്തത്തെ കേൾക്കാൻ കഷ്ടതയെ പ്രാർത്ഥനാ മുറിയിൽ കൈകാര്യം ചെയ്യുക. ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ലാത്ത ഒരു ദൈവിക കരുതലിനെ അനുഭവിക്കാൻ കഷ്ടതയെ പ്രാർത്ഥനാ മുറിക്കകത്ത് കൈകാര്യം ചെയ്യുക. കഷ്ടകാലം നന്മയുടെ കാലമായി കൺവേർട്ടാകാൻ പോവുകയാണ്. ഇതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. ഒത്തിരി പേര് കഷ്ടതയ്ക്കകത്ത് ചെന്ന് അവർ തൂങ്ങിച്ചാകുകയും വിഷമടിച്ച് തീരുകയും നാടുവിടുകയൊക്കെ ചെയ്തപ്പോൾ ആത്മീകൻ കഷ്ടതയെ പ്രാർത്ഥനാ മുറിയിൽ കൈകാര്യം ചെയ്തു. അപ്പോൾ ഒന്നും പറയാനില്ലായിരുന്നു, പറയാൻ അറിയത്തില്ലായിരുന്നു, പറയാൻ വാക്കുകളില്ലായിരുന്നു, പറയാൻ ശബ്ദമില്ലായിരുന്നു. എങ്കിലും പ്രാർത്ഥനാ മുറിയിൽ അവൻ വെറുതെ കരഞ്ഞു. പ്രാർത്ഥനാ മുറിയിൽ അവൻ ചെന്നിരുന്നു, ദൈവത്തോട് സങ്കടം പറഞ്ഞു. പക്ഷേ ആ കഷ്ടത ഗുണമായി, ദൈവം അതിനെ നന്മയാക്കി. ഇന്ന് പകലിൽ അങ്ങനെ ഒരു വലിയ വിടുതൽ, അങ്ങനെ ഒരു വലിയ ദൈവിക കരുതൽ നമുക്ക് വേണ്ടി വ്യാപരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം പരാജയത്തിൻ്റെ കൊടിയല്ല ഉയർത്താൻ പോകുന്നത്, നമ്മൾ ജയത്തിൻ്റെ കൊടി ഉയർത്താൻ പോകുകയാണ്.